ഹണിമൂൺ ക്യാമ്പിങ്ങിന്റെ ബാർബെക്കിന്റെ ഒക്കെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ടുള്ള ജബൽ ജയ്സിന്റെ ലവ് ലേക്കിന്റെ ഫീല് ഒരുമിച്ച് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയില്ലേ, സുഹൈല ലേക്ക് റെസ്റ്റ് ഏരിയ. ഇന്ന് ആ സ്പോട്ടിന് ഒരു മിനി വ്ലോഗ് ആയാലോ? അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ എല്ലായിടത്തും അത്യാവശ്യം നല്ല ക്രൗഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നേരത്തെ ഇറങ്ങണം, എന്നാലേ നല്ല സ്പോട്ട് ഒക്കെ നോക്കി ടെന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കൊല്ലം മുതൽ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇതുവരെ പോയി നോക്കാത്ത സ്പോട്ടുകൾ ഒന്നായിരുന്നു ഇവിടെ. എന്നാൽ ഞങ്ങൾ എത്തിപ്പെട്ടത് നല്ല കുറ്റാകുരുത്തില്. ലവ് ലേക്ക് പോലെ തന്നെ ക്യാമ്പ് ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് ക്യാമ്പിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നവരുടെ കരുണയിലെ സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം. ഇവിടെ ആണെങ്കിൽ എൻട്രൻസ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ടെന്റുകൾ കണ്ടു തുടങ്ങി. എന്നാ പിന്നെ ഇവിടെ കൂടിയാലോ നോക്കിയപ്പോ ചെയർ ഇടാൻ പോലും സ്ഥലമില്ല. ഇനിയിപ്പോ എന്താക്കും? ഏരിയ ഇനി ഉണ്ടാവുമല്ലോ. റോഡ് ആണെങ്കിൽ അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകണമുണ്ട്. പിന്നെ ഏതോ വ്ലോഗിൽ കേട്ടിരുന്ന വാഷ്റൂം ഫെസിലിറ്റി 10 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ്റൂം കണ്ടപ്പോ അവിടെ നിർത്തി. മതി, അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി നോക്കാന്നായി. പിന്നെ അത് ഫ്രഷ് ആയി നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്, റോഡിന്റെ 2 സൈഡും ഫുൾ ആണ്. അപ്പോഴാണ് മോനെ മനസ്സിൽ നെടുപൊട്ടി ദാ വെള്ളം കാണുന്നത്. അവിടെ പോയി നോക്കാതെ പറഞ്ഞു നിൽക്കുമ്പോ ദാ അവിടെ ഒരു ടീം സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ ബൈ ലക്ക് നമുക്ക് ലവ് ലേക്കിന്റെ ഒക്കെ പോലെ തന്നെ ഒരു ലേക്കിന് അടുത്തായിട്ടുള്ള ഏരിയ കിട്ടി. അപ്പോഴേക്കും ഇതിപ്പോ എന്താ ചേട്ടാ, ലവ് ലേക്ക് പോലെ വേറൊരു സ്പോട്ട്, ദൂരെ കുറച്ച് മലകൾ കാണാന്നല്ലേ ഉള്ളൂ. ഇന്ന് ചെറിയ കംപ്ലൈന്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയതുകൊണ്ടും എനിക്കധികം തള്ളി മാനേജ് ചെയ്യാനില്ലായിരുന്നതുകൊണ്ടും തൽക്കാലം ഉറങ്ങിക്കോ, നാളെ നോക്കി നോക്കാന്ന് പറഞ്ഞ് ടെന്റ് ഒക്കെ ക്ലോസ് ആയി. ബാർബക്യൂവും ഉറക്കൊക്കെ കഴിഞ്ഞ് എണീക്കുന്നത് ഷാർപ്പ് റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാണ്. വെയിറ്റ്, ബേർഡ്സ് മാത്രമല്ല, അത് രാവിലെ എണീറ്റ് മല കയറിയ മനുഷ്യന്മാരെ കാണാം. അവർക്കൊന്നും ഉറക്കമില്ല. പക്ഷെ ടൈം നോക്കിയപ്പോഴാണ് 6:45. വെറുതെ ഇല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആദ്യം ടൈം നോക്കണായിരുന്നു. ഹൈറ്റിലുള്ള മലകളൊക്കെ ആയതുകൊണ്ട് തന്നെ 7 മണിയായിട്ടും സൂര്യൻ ചേട്ടന് ഉച്ചെത്തിയിട്ടില്ല. എന്നാ മൂപ്പരുടെ വരവൊന്ന് കണ്ടേക്കാം അല്ലെ. വെയിലടിച്ച് തുടങ്ങിയപ്പോഴേക്ക് നമ്മൾ ഓണായി. പിന്നെ പിക്നിക് മാറ്റ് എടുക്കുന്നത്, ചെയർ സെറ്റ് ചെയ്യുന്നത്, ഫുഡ് ഐറ്റംസ് നിരത്തുന്നത്. ആദ്യം ചായയിൽ തുടങ്ങാം. ആവി പറക്കുന്ന ചായ കുടിച്ചപ്പോഴേക്ക് നൂഡിൽസ് ആയി, പിന്നെ എഗ് സാൻഡ്വിച്ച് ആയി. ഇതെന്താ കഴിപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു തുടങ്ങേണ്ട താമസം ഒരാൾ വാട്ടർ ബലൂൺസ് ആയിട്ട് വന്നു. വിശപ്പൊക്കെ അടങ്ങിയോണ്ട് തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നടത്താവാ, അല്ലെങ്കിൽ വേണ്ട, കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ആ വഴി അങ്ങോട്ട് എക്സിറ്റ് അടിക്കാന്ന് ഓർത്ത് കാറുമായിട്ട് തന്നെ പോയി. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ക്യാമ്പിംഗ് സ്പോട്ട് പോലെ തോന്നിയത്. പിന്നെ മലന്റെ മുകളിലാണല്ലോ ഈ അടിപൊളി സ്പോട്ട് എന്ന് ആലോചിക്കണ്ട, അതൊക്കെ അല്ലേ റിയൽ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. തലേന്ന് വന്നിട്ട് സ്പോട്ട് അത്ര വലിയ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ തന്നെ ഈ ഏരിയ കണ്ടപ്പോ എന്നാ പിന്നെ നമുക്ക് ചെറിയൊരു ഹൈക്കിംഗ് ആയാലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, മെല്ലെ നമ്മൾ മല കയറി തുടങ്ങി. അത്ര ബുദ്ധിമുട്ടില്ലാന്ന് മാത്രമല്ല ശരിക്കും എൻജോയ് ചെയ്ത്. നമ്മൾ കയറി പോയി മേലെ നിന്ന് നോക്കി കാണുന്ന ആ വ്യൂ അതായിരിക്കും ഹൈക്കിംഗ് ത്രില്ലിംഗ് ആക്കുന്നത്. ഇത്രയും ഈസിയായി ചെറിയ ഹൈറ്റ് കയറിയിട്ടാണോ ഇത്രയും വലിയ ഡയലോഗ്? പോട്ടെ, അതിനെ പറ്റി പറയണില്ല. ബട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അത് അടിപൊളിയാണ്. സുഹൈല ഡാമും അതിനോട് ചേർന്ന് വരുന്ന ലേക്ക് ഏരിയ ഒക്കെ കാണാം. ഡാമിന്റെ റിസർവോയറിന്റെ സൈഡിലൂടെയാണ് ഈ സ്പോട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അവിടെ മുതൽ ആൾക്കാർ ടെന്റ് സെറ്റ് ചെയ്ത് ക്യാമ്പ് ചെയ്യുന്നത് കാണാം. അത് കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ലേക്ക് ഏരിയ, പിന്നെ ഈ മൗണ്ടൻ ഏരിയ, അങ്ങനെ 3 ഓപ്ഷൻ. അവിടെ തന്നെ ഒന്നുകൂടെ വന്ന് വേറെ ഏരിയയിൽ നിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ എങ്ങനെ സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ?